പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. അതായത് ഒരു 5 വർഷം മുമ്പ് ഒരു കുത്തഴിഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു തറവാട്, തീർത്തും അകപ്പതിച്ച ഒരു തറവാട് എന്ന് പറഞ്ഞ പോലെ കിടന്ന കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തിച്ചത് നമ്മുടെ വി ഡി സതീശനാണെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. മഴയത്തും വെയിലത്തും അതുപോലെ എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നടന്ന പാർട്ടിയെ ഇതുപോലെ നയിച്ച് 102 സീറ്റ് പിടിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു വ്യക്തി 102 സീറ്റ് വന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ നാണമില്ലേ കോൺഗ്രസ്സുകാരെ? നിങ്ങൾക്ക് ദൈവം തന്ന ഒരു വരവാണത്. ആ വരത്തിന് നിങ്ങൾ സന്തോഷമായിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ ബഹളമുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാനീ പറയുന്ന സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, വേറൊരു വ്യക്തിക്കില്ല. അദ്ദേഹം അതുപോലെ കഷ്ടപ്പെട്ടതാണ്. മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യനും പുള്ളി മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും ആയാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ന് ഈ നിലയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതപ്പെട്ടതും, അതായത് മമ്മൂട്ടിയുടെ ഒരു വെള്ളിയേട്ടൻ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ അദ്ദേഹം കഷ്ടപ്പെടുന്ന അനിയന്മാർക്കൊന്നും അറിയില്ല. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട് ഇതുപോലെ ഒരു ജയം വന്നപ്പോൾ അതിനുവേണ്ടി മത്സരിക്കാൻ നാണമുണ്ടോ എന്ന് ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് നോക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ നമ്മുടെ ഈ കേരളം അടുത്ത 5 വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും പ്രതീക്ഷിക്കുക. എല്ലാവരും എതിർക്കുക. അതായത് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഒരു ഇത് പറയാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്രയും പറഞ്ഞത്. മനസ്സിന് വിഷമമുണ്ട്. സഹകരിക്കുക, കൂടെ നിൽക്കുക, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുക.